അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ബുഹൂസിലെ 3-ാമത്തെ അധ്യായമായ ഈമാൻ കാര്യങ്ങളുടെ തുടർച്ച തന്നെയാണ് നാം ചർച്ച ചെയ്യുന്നത്. പരലോക വിശ്വാസവും വിധിയിലുള്ള വിശ്വാസവുമാണ് ഇനി നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. ആദ്യമായി പരലോകം. നമ്മോട് വിശ്വസിക്കാൻ നിർദ്ദേശിച്ച 5-ാമത്തെ കാര്യം പരലോകമാണ്. ഈ ലോകത്തിനപ്പുറം പഞ്ചേന്ദ്രിയങ്ങൾക്ക് അതീതമായ ശാശ്വതമായ ഒരു ലോകം ഉണ്ടെന്ന വിശ്വാസം, അതാണ് അൽ ആഖിറത്ത്, പരലോകം. ഈ വിശ്വാസം മുസ്ലിങ്ങൾക്ക് എക്കാലത്തും ഒഴിച്ചുകൂടാത്ത നിബന്ധനയാണ്. പരലോക വിശ്വാസത്തിൻ്റെ ഭാഗമായി വരുന്ന കാര്യങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. 1. ഒരു ദിവസം ദൈവം സമസ്ത ലോകങ്ങളെയും അതിലെ മുഴുവൻ സൃഷ്ടിജാലങ്ങളെയും നശിപ്പിക്കും. അതാണ് യൗമുൽ ഖിയാമത്ത്, അന്ത്യദിനം. 2. പിന്നീട് ദൈവം സകല ജനങ്ങൾക്കും രണ്ടാമതൊരു ജീവിതം നൽകും. എല്ലാവരും ദൈവസന്നിധിയിൽ ഹാജരാകും. അതാണ് യൗമുൽ ഹശർ, എല്ലാവരും സമ്മേളിക്കുന്ന ദിനം. 3. മനുഷ്യർ ഇഹലോക ജീവിതത്തിൽ ചെയ്ത സർവകർമ്മങ്ങളുടെയും പൂർണ്ണമായ രേഖ അന്ന് ദൈവത്തിനടുക്കൽ സമർപ്പിക്കപ്പെടും. ഓരോ വ്യക്തിയുടെയും നന്മ തിന്മകൾ തുലനം ചെയ്ത് നന്മ കനം തൂങ്ങിയവരെ ദൈവം അനുഗ്രഹിക്കുകയും തിന്മ കനം കൂടിയവരെ ശിക്ഷിക്കുകയും ചെയ്യുന്നു. അതായത് പരലോക ജീവിതത്തിൽ ഒരുവൻ്റെ ഭാഗ്യ നിർഭാഗ്യങ്ങൾ നിശ്ചയിക്കപ്പെടുന്നത് ഇഹലോക ജീവിതത്തിലെ കർമ്മങ്ങൾ അടിസ്ഥാനമാക്കിയാണ്. അതാണ് പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചത്, ഇഹലോകം പരലോകത്തിൻ്റെ കൃഷിയിടമാണ് എന്ന്. അതായത് നമ്മുടെ കർമ്മങ്ങൾ ചെയ്യാനുള്ള ഇടമാണ് ഇഹലോകം. അതിൻ്റെ വിളവെടുക്കുക, അതായത് അതിൻ്റെ യഥാർത്ഥ പ്രതിഫലം ലഭിക്കുക പരലോകത്ത് വെച്ചാണ്. സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചവന് സ്വർഗവും തിന്മ പ്രവർത്തിച്ചവന് നരകവും ലഭിക്കുന്നു. അതുപോലെ പരലോകത്തെ നിഷേധിക്കുകയോ സംശയിക്കുകയോ ചെയ്യുന്നവൻ കാഫിറാണ്. കാരണം പരലോക വിശ്വാസമില്ലെങ്കിൽ അവൻ ദൈവത്തെ അനുസരിക്കാനോ അവൻ പറഞ്ഞതിനനുസരിച്ച് ജീവിതം നയിക്കാനോ തയ്യാറാവുകയില്ല. അതായത് ഇഹലോക ജീവിതത്തിന് ശേഷം മറ്റൊരു ലോകമുണ്ടെന്നും അവിടെ ഇഹലോകത്തിലെ കർമ്മങ്ങൾ വിചാരണ ചെയ്യപ്പെടുമെന്നും ശിക്ഷയ്ക്ക് ഇരയാകുമെന്നും വിശ്വാസമില്ലാത്ത ഒരാൾ പിന്നെ എങ്ങനെയാണ് ദൈവത്തിൽ വിശ്വസിക്കുക, അവനെ അനുസരിക്കാൻ തയ്യാറാവുക? അതായത് ഉദാഹരണമായി പറഞ്ഞാൽ, ഒരു കാര്യം അല്ലെങ്കിൽ ഒരു ജോലി ചെയ്യാൻ നാം കൽപ്പിക്കപ്പെടുമ്പോൾ നാം ആദ്യം നോക്കുന്നത് അത് ചെയ്താലുള്ള ഗുണം എന്താണെന്നും ചെയ്തില്ലെങ്കിലുള്ള ദോഷം എന്താണെന്നും ആയിരിക്കും. അതുപോലെ ഒരു കാര്യം ചെയ്യുന്നതിൽ ഒരാൾക്ക് ചെയ്യണോ വേണ്ടയോ എന്ന് സംശയമാണ് ഉള്ളതെങ്കിൽ ആ കാര്യത്തിൽ അയാളുടെ മനസ്സ് ഉറച്ചു നിൽക്കില്ല. അതായത് വിദ്യാഭ്യാസം കൊണ്ടുള്ള നേട്ടം മനസ്സിലാക്കാത്ത ഒരാൾ പഠനത്തിന് ഒരു പ്രാധാന്യവും കൊടുക്കുകയില്ല. അല്ലാത്തവർ അതിന് വലിയ പ്രാധാന്യം കൊടുക്കും. മറ്റൊരു ഉദാഹരണം പറഞ്ഞാൽ, തീ പൊള്ളുന്നതാണെന്ന് അറിയുന്ന ഒരാൾ അതിൽ കൈകൊണ്ട് വെക്കില്ല. അറിയാത്ത കുട്ടികൾ അതിൽ കൈവെക്കും, അത് പൊള്ളുകയും ചെയ്യും. അതുപോലെ തന്നെയാണ് പരലോകത്തിൽ വിശ്വാസമില്ലാത്തവൻ അതിനെ പേടിക്കാനോ ദൈവത്തെ അനുസരിക്കാനോ ദൈവം പറഞ്ഞതിനനുസരിച്ച് ജീവിതം നയിക്കാനോ തയ്യാറാവില്ല. ഇപ്രകാരം അവൻ അവൻ്റെ ജീവിതം സ്വയം തന്നെ നാശത്തിലേക്ക് തള്ളിവിടും. അതുപോലെ മരണാനന്തര ജീവിതത്തെക്കുറിച്ച് മനുഷ്യർക്കിടയിൽ വ്യത്യസ്ത വീക്ഷണങ്ങളുണ്ട്. അതിലൊന്ന്, മനുഷ്യൻ ഇഹലോകത്തെ തൻ്റെ കർമ്മഫലം അനുഭവിക്കാൻ വീണ്ടും വീണ്ടും ഈ ലോകത്ത് പുനർജനിക്കുമെന്ന കാഴ്ചപ്പാടാണ്. അതായത് ദുഷ്കർമ്മം ചെയ്ത ആളുകൾ അടുത്ത ജന്മത്തിൽ പൂച്ച, നായ തുടങ്ങിയ ജന്തുക്കളോ
നീചവർഗത്തിൽപ്പെട്ട മനുഷ്യരോ ആയി ജന്മമെടുക്കുമെന്നുള്ള വിശ്വാസം. അതുപോലെ സൽക്കർമ്മം ചെയ്തവർ ഉത്കൃഷ്ട പദവിയിലായിരിക്കുമെന്ന് എന്നും അവർ വിശ്വസിക്കുന്നു. ഇത് തികച്ചും മനുഷ്യന്റെ വ്യാമോഹം മാത്രമായിട്ടാണ് ഖുർആൻ ഇതിനെ വിവരിക്കുന്നത്. ഇത് നടക്കുന്ന കാര്യമല്ല. അതായത് തങ്ങൾക്ക് നേരിടാനുള്ള ശിക്ഷ നേരിൽ കാണുമ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാമെന്ന് കരുതി തെറ്റ് ചെയ്തവർ പുനർജന്മം ആവശ്യപ്പെടുമെന്നും എന്നാൽ അള്ളാഹു അത് അനുവദിക്കുകയില്ലെന്നും ഖുർആൻ വ്യക്തമാക്കുന്നു. അതുപോലെ ലോകം വളരെ അധപതിക്കുന്ന, ധാർമ്മികമായി അത്യന്തം ദുഷിച്ചു പോകുന്ന കാലത്താണ് അന്ത്യനാൾ സംഭവിക്കുക എന്ന് ഇസ്ലാം പറയുന്നു. കാഹളം ഊതപ്പെടുന്നതിലൂടെ, അതായത് കുഴലൂത്തിലൂടെ, അതെങ്ങനെയാണെന്ന് നമുക്കറിയില്ല. കാഹളം ഊത്തിലൂടെയാണ് ലോകാവസാനത്തിന് തുടക്കം കുറിക്കുകയെന്ന് ഖുർആൻ പറയുന്നു. സൂറത്തുൽ നംലിലെ 87-ാമത്തെ ആയത്ത് അതാണ് വ്യക്തമാക്കുന്നത്. കാഹളം ഊതപ്പെടുന്ന ദിവസം എന്താണ് സംഭവിക്കുക? അന്ന് ആകാശ ഭൂമികളിലുള്ളവയൊക്കെയും പേടിച്ചിരണ്ടു പോകും. അള്ളാഹു ഉദ്ദേശിച്ചവരൊഴികെ എല്ലാവരും ചെവി പൊത്തിക്കൊണ്ട് ഹാജരാവുകയും ചെയ്യും. അതായത് ഒന്നാമത്തെ തവണ കാഹളം ഊതപ്പെടുന്നതിലൂടെ സൃഷ്ടികളെല്ലാം ഭയന്ന് വിറയ്ക്കും. രണ്ടാമതായി കാഹളം ഊതപ്പെടുമ്പോൾ സകലതും നശിക്കും, സകല ജീവികളും മരണമടയും. മൂന്നാമതായി കാഹളം ഊതുമ്പോൾ മുൻഗാമികളും പിൻഗാമികളുമായ എല്ലാവരും എഴുന്നേൽപ്പിക്കപ്പെടും, മഹ്ശറയിൽ ഒരുമിച്ച് കൂട്ടപ്പെടുകയും ചെയ്യും. തുടർന്ന് വിചാരണക്കായി മനുഷ്യകർമ്മങ്ങളുടെ രേഖ ഹാജരാക്കപ്പെടും. ദൈവിക വിചാരണയെക്കുറിച്ച് ഖുർആൻ പറയുന്നു: ആരുടെ നന്മയുടെ തട്ട് ഭാരം തൂങ്ങുന്നുവോ അവൻ സന്തുഷ്ടമായ ജീവിതത്തിലേക്ക് കടക്കുന്നു. ആരുടെ തട്ട് ഭാരം കുറയുന്നുവോ അവൻ്റെ താവളം അഗാധ ഗർത്തമാകുന്നു. അതെന്താണെന്ന് നിനക്കെന്തറിയാം? ആളിക്കത്തുന്ന നരകമാണത്. ഓരോരുത്തരുടെയും നന്മയുടെയും തിന്മയുടെയും കർമ്മങ്ങൾ തൂക്കി നോക്കുന്നു. അല്ലാഹുവിൻ്റെ അടുക്കൽ സൽക്കർമ്മങ്ങൾ മാത്രമേ തൂക്കമുള്ളതും മൂല്യവത്തും ആയിരിക്കുകയുള്ളൂ. അങ്ങനെ സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചവർ തന്നെയാണ് വിജയം നേടിയവർ. അവർ അള്ളാഹുവിൻ്റെ അടുക്കൽ സകലവിധ സുഖാനന്ദങ്ങളോടും കൂടി സ്വർഗത്തിലായിരിക്കും. അതുപോലെ ആരുടെ തട്ട് ഭാരമില്ലാത്തതായോ, അതായത് സൽക്കർമ്മങ്ങൾ കുറഞ്ഞോ ദുഷ്പ്രവർത്തികൾ കൂടുകയും ചെയ്തോ അവർ തങ്ങളെ സ്വയം നഷ്ടത്തിലകപ്പെടുത്തിയിരിക്കുന്നു. അവർക്കുള്ള അഭയകേന്ദ്രം നരകമാണ്. അത് വെറുമൊരു ഗർത്തമല്ല, ആളിക്കത്തുന്ന തീ നിറഞ്ഞ അഗാധ ഗർത്തമായിരിക്കും. അത് സകലവിധ പ്രയാസങ്ങളുടെയും താവളമായിരിക്കും. ഇനി നാം ബുദ്ധി ഉപയോഗിച്ച് ചിന്തിക്കുമ്പോഴും പരലോകത്തെക്കുറിച്ച് നമുക്ക് ബോധ്യമാകും. അതായത് മനുഷ്യകർമ്മങ്ങൾ ദൈവം വിചാരണ നടത്തണമെന്നും നീതിപൂർവം വിധി കൽപ്പിക്കണമെന്നുമുള്ളത് മനുഷ്യ ബുദ്ധിയുടെ തന്നെ താല്പര്യമാണ്. അതായത് ഇവിടെ ഒരാൾ നന്മ മാത്രം പ്രവർത്തിക്കുന്നു, പക്ഷേ അതിൻ്റെ യാതൊരു സദ്ഫലവും ഇഹലോകത്ത് അയാൾക്ക് ലഭിക്കുന്നില്ല. മറ്റൊരാൾ ആയുഷ്കാലം അത്രയും ദുഷ്കർമ്മങ്ങൾ ചെയ്യുന്നു, എന്നാൽ അതിൻ്റെ പേരിൽ യാതൊരു നഷ്ടവും അയാൾക്ക് സംഭവിക്കുന്നില്ല. മാത്രമല്ല നല്ലത് ചെയ്തതിൻ്റെ പേരിൽ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും അനുഭവിക്കേണ്ടി വരുന്നവർ ഒരുപാടുണ്ട്. ദുഷ്പ്രവർത്തികൾ ചെയ്യുകയും ആജീവനാന്തം തോന്നിയതുപോലെ ജീവിക്കുന്നവരുമുണ്ട്. തീർച്ചയായും നല്ല പ്രവൃത്തി ചെയ്തവർക്ക് പ്രതിഫലവും ദുഷിച്ച പ്രവർത്തികൾ ചെയ്യുന്നവർക്ക് ശിക്ഷയും എപ്പോഴെങ്കിലും ഒരിക്കൽ ലഭിക്കേണ്ടതുണ്ടെന്ന് വിശ്വസിക്കുന്നവരും ആഗ്രഹിക്കുന്നവരുമാണ് നമ്മൾ ഓരോരുത്തരും. മറിച്ച് അത് സംഭവിക്കുന്ന ഒരു ലോകമില്ലെന്നും ദുഷ്ടൻ്റെയും നല്ലവൻ്റെയും മരണാനന്തരാവസ്ഥ
ഒന്നു തന്നെയാണെന്നും സങ്കല്പിച്ചാൽ സത്യം, നീതി തുടങ്ങിയ മൂല്യ സങ്കല്പങ്ങൾക്ക് യാതൊരു അർത്ഥവും ഉണ്ടാവില്ല. അതുകൊണ്ട് സത്യവും നീതിയും ന്യായവും വിധിക്കുന്ന ഒരു ലോകം വരുമെന്ന് തന്നെയാണ് ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ നമുക്ക് ബോധ്യപ്പെടൂ. അതുപോലെ ശിക്ഷകളുടെ ഭാഗമായി സ്വർഗവും നരകവും സൃഷ്ടിക്കുക എന്നത് ഈ പ്രപഞ്ചത്തെ തന്നെ സൃഷ്ടിച്ച ദൈവത്തിന് അസാധ്യമാവില്ലല്ലോ. അതിനാൽ നന്മ പ്രവർത്തിച്ചവന് സുഖത്തോടെ ജീവിക്കാനും തിന്മകൾ പ്രവർത്തിച്ചവർക്ക് ദുരിതപൂർണമായ ജീവിതമൊരുക്കാനും അള്ളാഹു സംവിധാനങ്ങൾ ഏർപ്പെടുത്തുക തന്നെ ചെയ്യും. അതുപോലെ മുഹമ്മദ് നബിയെ പോലെയുള്ള സത്യം മാത്രം പറയുന്ന പ്രവാചകൻ നമ്മുടെ നന്മ മാത്രം മുൻനിർത്തി ഒരു കാര്യം വിവരിച്ചു തരുമ്പോൾ അതിൽ സംശയിച്ച് ജീവിതം നഷ്ടപ്പെടുത്താതിരിക്കലാണ് ബുദ്ധിയുള്ളവർ ചെയ്യുക. ഇഹലോകത്ത് മനുഷ്യനെ സൃഷ്ടിച്ച ദൈവത്തിന് പരലോകത്തും അവനെ പുനഃസൃഷ്ടിക്കാൻ കഴിയുമെന്നതിൽ ആർക്കാണ് സംശയമുണ്ടാവുക? അടുത്തത് വിധിയിലുള്ള വിശ്വാസം. എല്ലാ കാര്യങ്ങളും സംഭവിക്കുന്നത് അള്ളാഹുവിൻ്റെ വിധിയോടെയാണെന്നുള്ള വിശ്വാസം ഇസ്ലാമിൻ്റെ 6ാമത്തെ അടിസ്ഥാന വിശ്വാസമായ വിധിയിലുള്ള വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. ഇത് ഈമാൻ കാര്യങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. അതായത് ഖദറിലുള്ള വിശ്വാസം. പ്രപഞ്ചവും അതിലുള്ളതെല്ലാം സൃഷ്ടിച്ച അള്ളാഹു ഇന്ന സമയത്ത് ഇന്നത് സംഭവിക്കണമെന്ന് മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുണ്ട്. അതനുസരിച്ചാണ് ഓരോ കാര്യങ്ങളും സംഭവിക്കുന്നത്. സർവ്വലോകങ്ങളുടെയും സൃഷ്ടി നടക്കുന്നതും അത് നിലനിൽക്കുന്നതും പരിപാലിക്കപ്പെടുന്നതും പിന്നീട് നശിപ്പിക്കപ്പെടുന്നതുമെല്ലാം അള്ളാഹുവിൻ്റെ നിശ്ചയപ്രകാരം തന്നെയാണ്. ഖുർആൻ പറയുന്നു, പ്രപഞ്ചത്തിൽ ഒരില വീഴുന്നു പോലുമില്ല, അത് അവൻ അറിഞ്ഞിട്ടല്ലാതെ. അതായത് പ്രപഞ്ചത്തിലെ ഓരോ അണുവിൻ്റെ പോലും സൃഷ്ടാവും ഉടമയും നിയന്താവുമാണവൻ. അവൻ്റെ അറിവിനതീതമായി ഒന്നും സംഭവിക്കില്ല. എന്നാൽ ഖദറിലുള്ള വിശ്വാസവുമായി ബന്ധപ്പെട്ട് ധാരാളം തെറ്റിദ്ധാരണകൾ ഉണ്ട്. അതിലൊന്ന് മനുഷ്യന് അവൻ്റെ ജീവിത വ്യവഹാരങ്ങളിൽ യാതൊരു പങ്കുമില്ല എന്ന ധാരണയാണ്. അതായത് എല്ലാം അള്ളാഹു മുൻകൂട്ടി നിശ്ചയിച്ച് വെച്ചതാണെന്ന ധാരണ. ഇനി ഒന്നും ചെയ്തിട്ട് കാര്യമില്ലല്ലോ എന്ന ചിന്ത. എന്നാൽ ഖുർആൻ പറയുന്നു, ഓരോ മനുഷ്യൻ്റെയും ഭാഗധേയം നാം അവൻ്റെ കഴുത്തിൽ തന്നെ ബന്ധിച്ചിരിക്കുന്നു. അതായത് പ്രപഞ്ചത്തിന്മേലുള്ള അള്ളാഹുവിൻ്റെ അധികാരവും അറിവും മനുഷ്യൻ്റെ പ്രവർത്തന സ്വാതന്ത്ര്യത്തിന് എതിരല്ല എന്ന് സാരം. ഓരോരുത്തരും തൻ്റെ പ്രവർത്തനങ്ങളും സ്വഭാവവും തീരുമാനവും അതിലൂടെ സ്വയം തന്നെയാണ് തങ്ങളുടെ സൗഭാഗ്യത്തിനും ദൗർഭാഗ്യത്തിനും അർഹരാകുന്നത്. ഈ സ്വാതന്ത്ര്യം അള്ളാഹു മനുഷ്യർക്ക് വകവെച്ചു കൊടുത്തതാണ്. അതായത് അതിനുള്ള സ്വാതന്ത്ര്യം അള്ളാഹു മനുഷ്യന് കൊടുത്തിട്ടുണ്ട് എന്ന്, ശരിയായ വഴി ഏത് തെറ്റായ വഴി ഏത് എന്ന് മനസ്സിലാക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും മനുഷ്യന് സാധ്യമാണ്. എന്നാൽ അതെല്ലാം ഒരു പരീക്ഷണമാണ്. അള്ളാഹു നൽകിയ സ്വാതന്ത്ര്യം ഉപയോഗിച്ച് മനുഷ്യൻ എന്താണ് ചെയ്യുന്നത് എന്ന് നിരീക്ഷിക്കുകയാണ് അള്ളാഹു. അതല്ലാതെ തെറ്റായ രീതിയിൽ വിധിയിലുള്ള വിശ്വാസത്തെ മനസ്സിലാക്കി ഒന്നും ചെയ്യാതെ കയ്യും കെട്ടിയിരിക്കുന്നവൻ, ഒന്നും പ്രവർത്തിക്കാതിരിക്കുന്നവൻ വിഡ്ഢിയാണ്. ഇതുവരെ നാം ചർച്ച ചെയ്തത് 6 കാര്യങ്ങളെ കുറിച്ചാണ്. ഈ കാര്യങ്ങളാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന വിശ്വാസ പ്രമാണങ്ങൾ. അവയിൽ വിശ്വസിക്കുന്നതോടെ നാം മുസ്ലിം സമൂഹത്തിലെ അംഗമായി മാറുന്നു. പക്ഷേ പരിപൂർണ മുസ്ലിം ആകുന്നില്ല. അതിന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദൈവത്തിങ്കൽ നിന്ന് കൊണ്ടുവന്ന കാര്യങ്ങൾ കൂടി അനുസരിക്കണം. ആ കർമ്മങ്ങൾ അനുഷ്ഠിക്കണം. കാരണം
വിശ്വാസത്തോടൊപ്പം സ്വയം ബാധ്യതയായി തീരുന്ന ഒന്നാണ് അനുസരണം. അതുപോലെ നമ്മുടെ കർമ്മങ്ങളെല്ലാം നമ്മുടെ വിശ്വാസത്തിനനുസരിച്ചാവുകയും വേണം. അല്ലാത്ത പക്ഷം നമ്മുടെ ആദർശത്തിൽ നിന്നും വിശ്വാസത്തിൽ നിന്നും വഴിതെറ്റാൻ അത് കാരണമാകും. ലോകത്ത് പല മതങ്ങളും തങ്ങളുടെ ആദർശത്തിൽ നിന്ന് വഴിതെറ്റി പോവാൻ കാരണം അതാണ്. പല പൂർവ്വ മതങ്ങളെയും ഏകദൈവത്വത്തിൽ നിന്നും മനുഷ്യ സമത്വത്തിൽ നിന്നും ബഹുദൈവത്തിലേക്കും വിഗ്രഹാരാധനയിലേക്കും വംശീയാധിപത്യത്തിലേക്കുമൊക്കെ വഴിതെറ്റിച്ചത് അവരുടെ വിശ്വാസത്തിൽ നിന്നും വിപരീതമായ കർമ്മങ്ങൾ കാരണമാണ്. ഈ ആപത്ത് മുസ്ലിങ്ങൾക്ക് ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ് ഇസ്ലാമിലെ കർമ്മങ്ങളിൽ മാറ്റം കൂടാതെ പ്രവർത്തിക്കണമെന്ന് ഇസ്ലാം അനുശാസിക്കുന്നത്. അതിനാൽ ഈമാൻ കാര്യങ്ങളും ഇസ്ലാം കാര്യങ്ങളും ഒരുപോലെ പ്രാധാന്യമുള്ളവയാണ്. ഇസ്ലാമാകുന്ന കെട്ടിടത്തിൻ്റെ തൂണുകളായ ആ 5 കർമ്മങ്ങൾ നമുക്കറിയാവുന്നതാണ്. അതിനെക്കുറിച്ച് വിശദമായി പിന്നീട് പഠിക്കാം. ഇസ്ലാമിനെ കുറിച്ച് കൂടുതൽ അറിയാനും പഠിക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.